بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയാണ് തൗഹീദ്. ആ തൗഹീദിന്റെ സാക്ഷ്യവാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരും അതത് കാലങ്ങളിലെ ജനസമൂഹങ്ങളോട്, പ്രബോധിത ജനതയോട് പ്രചരിപ്പിക്കുകയും ചെയ്തത് പരിശുദ്ധമായ തൗഹീദാണ്. പരിശുദ്ധമായ ഖുർആനിൽ 200-ലധികം സ്ഥലങ്ങളിൽ തൗഹീദിനെ കുറിച്ച് അല്ലാഹു തആല അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. തൗഹീദിന്റെ നേർ വിപരീത ദിശയിലുള്ള വിശ്വാസമാണ് ശിർക്ക് എന്ന് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും ഷിർക്ക് അതത് കാലങ്ങളിൽ മുളപൊട്ടുമ്പോൾ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ ഷിർക്കിനെതിരെ, ഷിർക്കൻ വിശ്വാസങ്ങൾക്കെതിരെ മുഴുവൻ പ്രവാചകന്മാരും ബോധവൽക്കരണം നടത്തുകയും നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ തൗഹീദ് ശിർക്ക് എന്ന് പറയുന്നതിനെ കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട്, ഇന്ന തൗഹീദ വശിർക ളിദ്ദാനി. തൗഹീദിന്റെ നേർ വിപരീത ദിശയിലുള്ളതാണ് ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമാണ്. ഇന്ന ശിർക ലളുൽമുൻ അളീം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹുവിനോട് പങ്കുവെക്കുന്നതിൽ, അള്ളാഹുവിന് പാർട്ട്ണർമാരുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമാണ്. ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്ന തൗഹീദ വശിർക ളിദ്ദാനി. രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. വൽ ആതി ബി അഹദിൽ ളിദ്ദൈനി യകൂനു താരികൻ ലിദ്ദിദ് സാനി. ഫൽ ആതി ബി തൗഹീദ് അല്ലദി ഹുവ അഫ്ളലുൽ അഷ്യാഇ യകൂനു താരികൻ ലിശ്ശിർക്ക് അല്ലദി ഹുവ അഖസ്സുൽ അഷ്യാഇ വ അർദലിഹാ. ഒരു വ്യക്തിയിൽ തൗഹീദുള്ള ഒരു വ്യക്തി, തൗഹീദ് ഉള്ള കാലത്തോളം ആ വ്യക്തിയിൽ ഷിർക്ക് ഉണ്ടാവുന്നതല്ല. ഷിർക്ക് സംഭവിച്ച, ഷിർക്ക് വെക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഷിർക്കിലായി കഴിയുന്ന കാലത്തോളം അദ്ദേഹത്തിൽ തൗഹീദ് ഒരിക്കലും ഉണ്ടാവുകയും ഇല്ല. ഖേദകരമെന്ന് പറയട്ടെ, പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവപരമായി മുന്നറിയിപ്പ് നൽകിയ, തെറ്റാണെന്ന് പറഞ്ഞ ഷിർക്ക് മുഖ്യധാരാ മുസ്ലിം സമുദായത്തിന്റെ മേൽ ആരോപിക്കുകയും മുസ്ലിമീങ്ങളെല്ലാം മുശ്രിക്കീങ്ങളാണ് എന്ന് പറയുകയും മക്ക മുശ്രിക്കുകളുടെ മേൽ അവതീർണമായ ആയത്തുകളെ മുസ്ലിം സമുദായത്തിന്റെ മേൽ വെച്ച് കെട്ടുകയും ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികൾ, വഹാബികൾ, അതുപോലെ മൗദൂദികൾ തുടങ്ങിയിട്ടുള്ള പിൽക്കാലത്ത് മുളപൊട്ടിയിട്ടുള്ള എല്ലാ ഖവാരിജിയാക്കളുടെ പിൻഗാമികൾ, അവർ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുകയും അവരുടെ തൗഹീദല്ല എന്ന് പറയുകയും അവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയുകയും ചെയ്തുകൊണ്ട് ലോകത്തെല്ലായിടത്തും വളരെ മോശമായ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് അവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ചില വിഭാഗങ്ങൾ ഉള്ളത്. യഥാർത്ഥത്തിൽ തൗഹീദ് എന്നാൽ എന്താണ്? ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ അമ്പിയാക്കളും അവരുടെ തൗഹീദ് ഒന്നായിരുന്നു. അതിലവർക്ക് വ്യതിചലനം വന്നിട്ടില്ല.
മാറ്റം വന്നിട്ടില്ല. അതേ സമയത്ത് കർമ്മപരമായ കാര്യങ്ങളിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ശരീഅത്ത് നിയമങ്ങളല്ല പിൽക്കാലത്തുണ്ടായിരുന്നത്. വിവിധങ്ങളായ സമയങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും തൗഹീദിന്റെ വിഷയത്തിൽ ആദം നബി അലൈഹി ഇസ്ലാം മുതൽക്ക് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഒരു പ്രവാചകന്മാർക്കിടയിലും അടിസ്ഥാനപരമായ തൗഹീദിന്റെ വിഷയത്തിൽ വ്യത്യാസമോ വ്യതിചലനമോ മാറ്റങ്ങളോ ഒരിക്കലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മുൻകാല അഇമ്മത്തുകൾ തൗഹീദ് കൃത്യമായി അവർ നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചിച്ച പാതയിൽ ഇന്നും തൗഹീദിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് മുഖ്യധാര മുസ്ലിം സമുദായം. ലോകത്ത് 800 കോടി ജനതയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിമീങ്ങളാണെങ്കിൽ ആ മുസ്ലിമീങ്ങളിൽ 90% വരുന്നത് സുന്നികളാണ്, മുഖ്യധാരാ മുസ്ലിം സമുദായമാണ്. അതിന് 10% വിഭാഗങ്ങൾ മാത്രമാണ് ഇതുപോലുള്ള ശിർക്കിനെയും തൗഹീദിനെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ മുസ്ലിം സമുദായം കാഫറുകളാണ്, മുശ്രിക്കുകളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഹിഡൻ അജണ്ടകളുമായി നടക്കുന്നത്. തൗഹീദിന്റെ നിർവചനം അയിമ്മത്ത് പഠിപ്പിച്ചു. ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞു അവിടുത്തെ ശർഹുൽ മഖാസിദിൽ, إن التوحيد عبارة عن اعتقاد عدم الشريك في الألوهية وخواصها. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ അതിന്റെ ഖവാസുകളിൽ ശരീക്കില്ല എന്നുള്ള വ്യക്തമായ ദൃഢമായ വിശ്വാസമാണ് തൗഹീദ് എന്ന് പറയുന്നത്. മഹാനവറുകൾ തുടരുന്നു, വലാ നിസാഅ, തർക്കമേ ഇല്ലാലി അഹ്ലുൽ ഇസ്ലാമി. സഹുൽ മഖാസിൽ തന്നെയാണ് പറയുന്നത്, മുസ്ലിം സമുദായത്തിൽ തർക്കമേ ഇല്ല ഫീ അന്ന തദ്ബീറൽ ആലമി വ ഖൽഖൽ അജ്സാമി വ ഇസ്തിഖാഖൽ ഇബാദത്തി വ ഖിദമ മാ യഖൂമു ബിനഫ്സിഹി കുല്ലഹാ മിനൽ ഖവാസി. തദ്ബീറുൽ ആലം, ഖൽഖുൽ അജ്സാം, ഇസ്തിഖാഖുൽ ഇബാദത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം അല്ലാഹുവിന്റെ ഖവാസുകളിൽപ്പെട്ടതാണ്. ആ ഖവാസുകളിലും അല്ലാഹുവിനെ ചേർക്കാതിരിക്കുക എന്നതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇതേ ആശയം തന്നെ അഷ്ശൈഖ് അബ്ദുൽ ഹക്കീം സിയാലക്കൂത്തി റഹിമഹുല്ലാ അവിടുത്തെ ഹാഷിയത്ത് അബ്ദുൽ ഹക്കീമിലും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. തൗഹീദ് വളരെ വ്യക്തമാണ്. ഈ തൗഹീദിന്റെ നിർവചനം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച നിർവചനമാണ്. പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ സൂക്തങ്ങളും ആയത്തുകളും വിഭാവനം ചെയ്യുന്ന ആശയങ്ങളാണ്. ജാമിഉം മാനിഉമായ നിർവചനമാണ് അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ശിർക്കിന്റെ നിർവചനം സഅദുദ്ദീൻ തഫ്താസാനി അവിടുത്തെ ശർഹുൽ അഖായിദിൽ മഹാനവറുകൾ പറയുന്നു, അൽ ഇശ്റാഖു ഹുവ ഇസ്ബാത്തു ശരീക് ഫിൽ ഉലൂഹിയത്തി ബിമഅനാ വുജൂബിൽ വുജൂദി ഔ ബിമഅനാ ഇസ്തിഹ്ഖാഖിൽ ഇബാദത്തി. നേരത്തെ പറഞ്ഞ തൗഹീദിന്റെ നിർവചനത്തിന്റെ വിപരീതമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഉലൂഹിയത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഖവാസുകളിൽ അല്ലാഹുവിനോടൊപ്പം മറ്റൊരു സൃഷ്ടിയെ, ഖാലിഖിനോടൊപ്പം മറ്റൊരു മഖ്ലൂക്കിനെ പങ്കാളിയാക്കുക എന്ന് പറയുന്നത്, അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു വസ്തുവിൽ ഉലൂഹിയത്തിനെയോ ആ ഉലൂഹിയത്തിന്റെ ഖവാസുകളെയോ ചാർത്തിക്കൊടുക്കാതെ സ്വയം പര്യാപ്തതയോ സ്വതന്ത്രാധികാരമോ അഥവാ സമതീയത്തോ ഇസ്തിഖ്ലാലിയത്തോ വിശ്വസിക്കാതെ ചാർത്തിക്കൊടുക്കാതെ ഒരു ഗുണവിശേഷണം അത് അള്ളാഹുവിൻ്റെതായ അള്ളാഹുവിന് ഖുസൂസിയത്തല്ലാത്ത ഒരു ഗുണവിശേഷണം അത് സൃഷ്ടികൾക്ക്, മഹാന്മാർക്ക്, അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് ചാർത്തിക്കൊടുത്താൽ അവിടെ ശിർക്ക് വരികയില്ല. ശിർക്ക് വരണമെങ്കിൽ നമ്മൾ ചാർത്തിക്കൊടുക്കുന്ന ഗുണവിശേഷണത്തിൽ ഒന്നിരിക്കൽ സമതീയത്ത്, അല്ലെങ്കിൽ ഇസ്തിഖ്ലാലിയത്ത്, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത, ഉലൂഹിയത്ത്, ഇലാഹ, ദൈവികത, ഇത് ചാർത്തിക്കൊടുത്തുകൊണ്ട് ഒരു വിഷയത്തെ വിശ്വസിക്കുമ്പോഴാണ് അവിടെ ശിർക്ക് ഉണ്ടാകുന്നത്. ഇത് അയിമ്മത്തുകൾക്കിടയിൽ തർക്കമില്ല. പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് സൂക്തങ്ങളായത്തുകൾ, ലക്ഷോപലക്ഷം ഹദീസുകൾ, സ്വഹാബത്തും താബിഈങ്ങളും അയിമ്മത്തുകളൊക്കെ അവരൊക്കെ ജീവിച്ച അവരുടെ മാതൃകകൾ സാക്ഷിയാണ്. അതിനൊക്കെ അനവധി തെളിവുകളുണ്ട്.
നമുക്ക് പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹു സൂറത്തുൽ ബഖറ 143 സൂക്തത്തിൽ അള്ളാഹുവിന്റെ വിശേഷണമായി സിഫത്തായി അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒരു സിഫത്താണ് റഹ്മത്ത് എന്ന് പറയുന്നത്. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, റഊഫും റഹീമുമാണ് എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്. സൂറത്തു തൗബയുടെ 128 സൂക്തം അള്ളാഹു പറയുന്നു, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനീതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹു തന്റെ സിഫത്തായി ഖുർആനിൽ പരിചയപ്പെടുത്തിയ റഊഫും റഹീമും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് പറയുകയാണ്, രണ്ടും ഒന്നല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ സിഫത്ത് അത് പരമാധികാരമുള്ള സിഫത്താണ്. അത് അള്ളാഹുവിന് സ്വന്തമായി ഉള്ളതാണ്. അത് ഇസ്തിഖ്ലാലിയത്തിൻ്റെതാണ്, അത് സമദിയത്തിൻ്റെതാണ്. എന്നാൽ രണ്ടാമത് പറഞ്ഞ റഊഫ്, രണ്ടാമത് പറഞ്ഞ റഹീം അത് അള്ളാഹു നൽകിയതാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നോക്കൂ നിങ്ങൾ, ഖൽഖ് എന്ന് പറയുന്നത് അദമിൽ നിന്ന് ഈജാദിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ സിഫത്താണ്. അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അവിടെ ഇസ്തിഖ്ലാലിയത്തുണ്ട്, അവിടെ സമദിയത്തുണ്ട്. അതേ സമയത്ത് ആ ഖൽഖ് പരിശുദ്ധ ഖുർആനിൽ നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഗാഫിറിൽ 62 സൂക്തത്തിൽ അള്ളാഹു തന്നെ കുറിച്ചാണ് പറയുന്നത്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിന്റെയും ഖാലിഖ് അള്ളാഹുവാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ സൂറത്തു ആലി ഇമ്രാൻ 49 സൂക്തത്തിൽ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഹികായത്തായി കൊണ്ട് അള്ളാഹു ഉദ്ധരിക്കുന്നു, അന്നീ ഖദ് ജിഅ്തുക്കും ബിആയത്തിൻ മിർ റബ്ബിക്കും അന്നീ യഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി ത്വയ്രി فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. അല്ലാഹുവിന്റെ ഖൽഖ്, അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്ന ഒരുപാട് വിഷയങ്ങൾ, യഹ്യാഉൽ മൗത ഇങ്ങനെ തുടങ്ങി, ഇതൊക്കെ ഈസാ നബി പറയുകയാണ്, ഞാൻ ഹയാത്താക്കും, ഞാൻ സൃഷ്ടിക്കും, ഞാൻ രോഗം ശമിപ്പിക്കും, ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ പറയുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. തൗഹീദിന് വഹാബികൾ ഉണ്ടാക്കിയ നിർവചന പ്രകാരമാണെങ്കിൽ നേരത്തെ ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിർവചന പ്രകാരമാണെങ്കിൽ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. ഖുർആൻ കുഫറും ശിർക്കും പ്രചരിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും. ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ പറഞ്ഞത് അത് ശിർക്കാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ വഹാബികൾ അവരുടെ കുലത്തൊഴിലാണ് മുഖ്യധാര മുസ്ലിം സമുദായത്തെ കാഫറുകളാക്കുക, മുശ്രിക്കുകളാക്കുക എന്ന് പറയുന്നത്. ഇതിലും വലിയ ചുഴലികളൊക്കെ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ മുഴുവൻ ചുഴലികളെയും ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയ നേതൃത്വമാണ് നമ്മുടെ നേതൃത്വം. അതുകൊണ്ട് തൗഹീദ് വ്യക്തമാണ്, ശിർക്ക് വ്യക്തമാണ്.